അങ്ങനെ എറിക്സിനെ കേവോ ബെസ്റ്റ് ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞ് ഫോറിനേഴ്സിന് പരിചയപ്പെടുത്തി കൊടുക്കണേ. എന്നാൽ അതൊന്നും കണ്ടിട്ട് മനസ്സിലാകാതെ നിൽക്കുന്ന വേവനോട് ലിങ് പറയും, ഓ ലവ് എന്താണെന്ന് പോലും അറിയാത്ത കൊച്ചു കുട്ടിയല്ലേ എന്നും പറഞ്ഞ് വേവനെ കളിയാക്കുകയാണ്. നെയ്ൻ്റെ മുമ്പിൽ വെച്ച് വേവനെ കളിയാക്കിയതിൽ അവൾക്ക് ആകെ ചമ്മലായിപ്പോയി. എന്നിട്ട് വേവെ അഡ്ജസ്റ്റ് ചെയ്ത് പറയും, റിയലി? അതിൽ നെയ് വന്നിട്ട് ബാക്കിയുള്ളവരോടായിട്ട് പറയും, എക്സ്ക്യൂസ് മീ, ഞാൻ വേവനെ കൊണ്ടുപോയി ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കട്ടെ എന്നും പറഞ്ഞ് അവളെ കയ്യും പിടിച്ച് പോവുകയാണ്. നിന്നെ ഞാൻ കാണിച്ചു തരാം എന്ന രീതിയിൽ കൈ കൊണ്ടൊരു ആക്ഷനും ഇടും. അങ്ങനെ അവർ പോയി. ലിങ്ങും സീസിയും ബാക്കി കണ്ട് ആസ്വദിക്കുന്നുണ്ട്. അങ്ങനെ നെയ്യും വേവയും പോയിക്കൊണ്ടിരിക്കുമ്പോൾ വേവ ടെൻഷൻ അടിച്ചുകൊണ്ട് ചോദിക്കും, ശരിക്കും എറിക്സി അവിടെ ഓക്കെയാണോ? അതിൽ നെയ് പറയും, ഡോണ്ട് വറി, അവരെന്തായാലും കോളേജ് പ്രോപ്പർട്ടി ഒന്നും കേടുവരുത്തില്ല. ഞാൻ കോളേജ് പ്രോപ്പർട്ടിനെ പറ്റിയല്ല ടെൻഷൻ അടിക്കുന്നത്. അതൊക്കെ പോട്ടെ, മിസ്റ്റർ നെയ്, നീ എങ്ങനെ ഫ്രീ ആയി? എന്നെ കാണാൻ വരാനും എൻ്റെ കൂടെ ഗ്രാജുവേഷൻ ഫോട്ടോ എടുക്കാനും നീ ഇൻ്റർവ്യൂ കൊടുത്തുകൊണ്ടിരിക്കുകയല്ലായിരുന്നോ? അത് കേട്ട് നെയ് പറയും, നീ അതിൻ്റെ ഇടയിൽ എൻ്റെ ഇൻ്റർവ്യൂ വരെ കണ്ടോ? ഞാൻ മുഴുവനായിട്ടൊന്നും കണ്ടിട്ടില്ല. ഞാൻ ആകെ 5, 6, 7 മിനിറ്റ് കണ്ടിട്ടുണ്ടാകുള്ളൂ. ഓ, ടോട്ടൽ 26 മിനിറ്റ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിനർത്ഥം നീ ആ മെയിൻ ഭാഗം മിസ് ചെയ്തിട്ടുണ്ടാകൂല എന്നാണ്. അത് കേട്ട് വേവേക്ക് മനസ്സിലായി നെയ് എന്താ ഉദ്ദേശിച്ചതെന്ന്. എന്നിട്ട് നെയ്നോട് സ്വകാര്യമായി ചോദിക്കും, ഞാൻ എപ്പോഴാണ് നിന്റെ ഫിയാൻസി ആയിക്കോളാമെന്ന് സമ്മതിച്ചത്? അതിൽ നെയ് പറയും, നീ തന്നെ പറയേ. അങ്ങനെ അവരവിടെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ 2 പെൺകുട്ടികൾ വന്നിട്ട്, ഹായ്, നിങ്ങളല്ലേ മിസ്റ്റർ നെയ്? അത് കേട്ട് നെയ് ഞെട്ടിക്കൊണ്ട് അതെ എന്ന് തലയാട്ടും. അതിൽ അവർ പറയും, വാവ്, ഞാൻ നിങ്ങളുടെ ഭയങ്കര ഒരു ഫാനാണ്, നിങ്ങളുണ്ടാക്കിയ ഗെയിം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞ് അവർ ഓട്ടോഗ്രാഫ് ചോദിക്കണേ. അതിൽ നെയ് ചിരിച്ചുകൊണ്ട് പറയും, എൻ്റെ ഓട്ടോഗ്രാഫ് കൊണ്ട് ഒരു കാര്യവുമില്ല, എൻ്റെ ഗെയിം സപ്പോർട്ട് ചെയ്യുന്നു എന്നറിഞ്ഞതിൽ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. അത് കേട്ട് അവർക്കും സന്തോഷമാകും. എന്നിട്ട് അവർ ഇനിയും ഞങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകും എന്നും പറഞ്ഞു പോകും. അവർ പോയി കഴിഞ്ഞപ്പോൾ വേവെ ബാക്കി ദേഷ്യം പിടിച്ച് അവൻ്റെ കാറിൽ കയറി ഇരുന്നിട്ട് ഗൗരവത്തിൽ പറയും, എന്നാൽ പോകല്ലേ ഭാവി ഹസ്ബൻഡെ, എൻ്റെ ലഗേജ് എല്ലാം കോളേജ് ഹോസ്റ്റലിൽ നിന്ന് എടുത്ത് ലിങ്ങിൻ്റെ അപ്പാർട്ട്മെൻറ്റിലോട്ട് മാറ്റിത്താ. അതിൽ നെയ്യും അതേ ഗൗരവത്തിൽ വന്ന് കൈയൊക്കെ കെട്ടി ചോദിക്കും, വേവേ, അതിന് ഞാൻ നിന്റെ ഭാവി ഹസ്ബൻഡാണെന്ന് ആര് പറഞ്ഞു? ആരാ ഇപ്പോൾ അതിനൊക്കെ സമ്മതിച്ചത്? നിന്റെ ഓരോ ആഗ്രഹമേ. അത് കേട്ട് വേവേ ഒന്ന് ഷോക്കാകണേ. എന്തായാലും നീ പറഞ്ഞതല്ലേ, നിന്റെ ലഗേജ് വേണമെങ്കിൽ ഞാൻ മാറ്റിത്തരാം എന്നും പറഞ്ഞ് അവന് പോകും. അത് കേട്ട് വേവേക്ക് ദേഷ്യം പിടിക്കുന്നുണ്ട്. അങ്ങനെ അവർ പോകുകയാണ്. എന്നിട്ട് ഹോസ്റ്റലിൽ നിന്നും അവളുടെ ലഗേജ് എല്ലാം എടുത്ത് ഡിക്കിൽ കയറ്റാണ് നെയ്. അതിൽ വേവെ പറയും, ഞങ്ങൾ 4 പേരും 4 വർഷമായി ഒരേ റൂമിലായിരുന്നു. ഇപ്പോൾ കോളേജ് ഹോസ്റ്റലിൽ നിന്നും ഞങ്ങൾ നേരെ ലിങ്ങിൻ്റെ അപ്പാർട്ട്മെൻറ്റിലോട്ട്. അതുകൊണ്ട് തന്നെ കോളേജ് കഴിഞ്ഞെന്ന് വിചാരിച്ച് ഒരു സങ്കടവും തോന്നുന്നില്ല. അതിൽ നെയ് ചോദിക്കും, നിങ്ങളെല്ലാവരും ലിങ്ങിൻ്റെ കൂടെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് നിന്നിട്ടും അവളുടെ ബോയ് ഫ്രണ്ടിന് ഒരു കുഴപ്പവുമില്ലേ? എന്തു കുഴപ്പം? അതിൽ നെയ് പറയും, ഒന്നുമില്ല, നീ വണ്ടിയിൽ കയറ്. അങ്ങനെ അവർ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നെയ് പറയും, ലിങ്ങിൻ്റെ ബോയ് ഫ്രണ്ടിന് കുഴപ്പമില്ലെന്ന് വെച്ചേ വേവേൻ്റെ ബോയ് ഫ്രണ്ടിന് കുഴപ്പമുണ്ട് എന്നും പറഞ്ഞ് അവളെ ലിങ്ങിൻ്റെ അപ്പാർട്ട്മെൻറ്റിലോട്ട് കൊണ്ടുപോകാതെ നെയ് നേരെ അവൻ്റെ വീട്ടിലോട്ട് കൊണ്ടുവരികയാണ്. അങ്ങനെ അവളെ ലഗേജൊക്കെ എടുത്ത് നെയ് റൂമിലോട്ട് കൊണ്ടുപോയി വെക്കും. അതിൽ വേവേ പറയും, പക്ഷേ എൻ്റെ പുതപ്പും പില്ലോയും ഒക്കെ ലിങ്ങിൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ പെട്ടുപോയി, എന്താ ചെയ്യുക? അതിൽ നെയ് പറയും, അത് കുഴപ്പമില്ല, എൻ്റെതെടുത്തോ. പക്ഷേ ഇവിടെ ആകെ ഒന്നല്ലേ ഉള്ളൂ. അത് മാത്രവുമല്ല, നീ ഇങ്ങനെ സോഫയിൽ ചുരുണ്ടുകൂടി കിടന്നാൽ മേലുവേദനയൊക്കെ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അത് കേട്ട് നെയ് അവളുടെ അടുത്തോട്ട് വന്ന് നിന്നിട്ട് പറയും, അതിനാരാ പറഞ്ഞത് ഞാൻ സോഫയിലാണ് കിടക്കാൻ പോകുന്നതെന്ന്? എന്നിട്ട് അവളെ കിസ് ചെയ്യണേ. അങ്ങനെ കിസ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ വേവെ ഓർമ്മിപ്പിക്കും, നീ എന്നോട് പ്രോമിസ് ചെയ്തിരുന്നു. ആ, എനിക്കറിയാം, ഞാനത് തെറ്റിക്കില്ല. എന്നിട്ട് ഒരു പഴയ ഇൻസിഡൻറ്റ് ഓർക്കണേ. ഒരിക്കൽ വേവേ നെയ്ൻ്റെ വീട്ടിൽ താമസിക്കുന്ന ഒരു രാത്രി നെയ്ൻ്റെ കൺട്രോൾ പോയി വേവേൻ്റെ അടുത്തോട്ട് വരികയാണ്. അവളാണെങ്കിൽ ഒരു ബുക്കും വായിച്ചുകൊണ്ട് കിടക്കുകയാണ്. നെയ് നേരെ വന്ന് അവളുടെ അടുത്ത് വന്ന് കിടക്കും. എന്നിട്ട് പറയും, വേവേ, ഞാൻ എന്നാ ഇതിൽ നിന്നൊന്ന് ഗ്രാജുവേറ്റ് ആകുക? ഒന്നും മനസ്സിലാകാതെ വേവേ, എന്തിൽ നിന്നും? അതിൽ നെയ് പറയും, നീ ഏകദേശം 2 വർഷമായി എന്നെ എങ്ങനെയാണ് സ്വയം കൺട്രോൾ ചെയ്യേണ്ടതെന്ന് പഠിപ്പിക്കുന്നു. ഇനി മതി പഠിച്ചത്. അത് കേട്ട് വേവെ പേടിച്ചുകൊണ്ട് നോക്കണേ. പക്ഷെ നെയ് അവളെ ബാക്കിൽ നിന്നും കെട്ടിപ്പിടിച്ച് അങ്ങനെ കിടക്കും. അത് കണ്ട് വേവേൻ്റെ പേടിയൊക്കെ പോയി ഹാപ്പിയായി. അതും ഓർത്ത് നെയ് വേവേനെ കെട്ടിപ്പിടിച്ച് അങ്ങനെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് അങ്ങനെ കുറച്ച് നേരം അവൾ അങ്ങനെ കിടന്ന് എഴുന്നേൽക്കാൻ നിൽക്കുമ്പോൾ നെയ് അവളെ പിടിച്ചു വെച്ചിട്ട്, ഡോണ്ട് മൂവ്, കുറച്ച് നേരം കൂടി അങ്ങനെ കിടക്ക്. അതിൽ വേവേ അവിടെ തന്നെ കിടക്കും. അതിൽ നെയ് പറയും, നമുക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് നിന്റെ നാട്ടിലോട്ട് പോകണം, കാറിൽ പോകാം. കാറിലോ? എന്തിന്? വുഹാൻ ഒരുപാട് ദൂരെയല്ലേ. അത് മാത്രവുമല്ല, ഞാൻ അങ്ങോട്ട് തിരിച്ചു പോകുന്നില്ലല്ലോ. സോ എൻ്റെ അടുത്ത് ലഗേജ് ഒന്നും ഉണ്ടാകില്ല. പിന്നെ എന്തിനാ നമ്മൾ കാറിൽ പോകുന്നത്? അത് കേട്ട് നെയ് പറയും, നീ അവിടെയല്ലേ വളർന്നത്, അപ്പോൾ നിനക്ക് അവിടെ നിന്ന് തിരിച്ചു കൊണ്ടുവരാൻ ഒരുപാട് ലഗേജ് ഉണ്ടാകില്ലേ. അപ്പോൾ നമുക്ക് കാറിൽ പോകാം.
അത് കേട്ട് വേവ ഞെട്ടിയിട്ട്, അപ്പോൾ കാറിൽ പോകുന്നത് എൻ്റെ ലഗേജ് ഇവിടുന്ന് കൊണ്ടുപോകാനല്ല, അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാനാണോ? അത് കേട്ട് നെയ് അവളുടെ മുഖത്ത് നോക്കി പറയും, യെസ് വേവേ, ഞാൻ ഇനി നിൻ്റെ പാരൻസിന് പോലും നിന്നെ വിട്ടുകൊടുക്കില്ല. അത് കേട്ട് വേവ സന്തോഷം കൊണ്ട് ചിരിക്കണേ. എന്നിട്ട് അവൾ അവിടെ തന്നെ കിടക്കും. നെയ്യും ഹാപ്പിയായി. ഇനി ഇവിടെ നെയ്യും വേവയും വരുന്നത് പ്രമാണിച്ച് വേവേൻ്റെ അമ്മ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയുള്ള പ്ലേറ്റ്സും ഗ്ലാസും ഒക്കെ എടുത്ത് റെഡിയാക്കി വെക്കുകയാണ്. എന്നാൽ അച്ഛൻ ഇവിടെ ടി വിയും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ അമ്മ ദേഷ്യം പിടിച്ച് പറയും, നിങ്ങൾ ഇവിടെ ടി വി കണ്ടുകൊണ്ടിരുന്നോ? അവരിപ്പോൾ ഇവിടെ എത്തും, അവരെ സ്വീകരിക്കാൻ പുറത്തോട്ട് പോയി നിൽക്ക്. അത് കേട്ട് അച്ഛൻ ദേഷ്യം പിടിച്ചിട്ട്, ഞാൻ എന്തിനു പോകണം? വേവ അവൻ്റെ കൂടെയല്ലേ വരുന്നത്, അപ്പോൾ വഴിയൊന്നും തെറ്റാതെ ഇങ്ങ് എത്തിക്കോളും. അതിൽ അമ്മ അച്ഛൻ്റെ അടുത്ത് പോയിട്ട് പറയും, എന്ത് വർത്തമാനം ഈ പറയുന്നത്? നമ്മുടെ മരുമകൻ ആദ്യമായിട്ടല്ലേ ഇങ്ങോട്ട് വരുന്നത്, അപ്പോൾ ഇങ്ങനെയൊന്നും കാണിക്കല്ലേ. മരുമകനോ? ആരാ അതിന് സമ്മതം കൊടുത്തത്? ഞാൻ സമ്മതിക്കുന്നത് വരെ അവൻ നമ്മുടെ മരുമകനാകില്ല. അത് കേട്ട് അമ്മ ദേഷ്യം പിടിച്ച് പിന്നൊന്നും പറയാതെ പോകും. പറഞ്ഞിട്ട് കാര്യമില്ലെന്നറിയാം. എന്നിട്ട് അമ്മ അമ്മൻ്റെ ജോലിയും ചെയ്തുകൊണ്ടിരിക്കണേ. എന്നാൽ അച്ഛൻ പറയും, എന്നാലും വേവേക്ക് ഇതെന്ത് പറ്റി? അവൾ ഇപ്പോൾ പഠിച്ച് കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ, അപ്പോഴേക്കും കല്യാണം കഴിക്കണം. അവളെ ഭംഗിയും ബാക്ക്ഗ്രൗണ്ടും ഒക്കെ കണ്ടിട്ട് എന്ത് നല്ല ചെക്കന്മാരൊക്കെ അവൾക്ക് കിട്ടും. എന്നിട്ട് എന്തിനാ അവൾ ഇങ്ങനെ പെട്ടെന്ന് കല്യാണം വേണമെന്ന് ധൃതി കൂട്ടുന്നത്? എന്നിട്ട് അച്ഛൻ ആകെ വേവലാതിപ്പെടുകയാണേ. ആ പിന്നെ ഞാൻ നിന്നോടൊരു കാര്യം പറയാം. എനിക്കെൻ്റെ മരുമകനെ പറ്റി കുറച്ച് സങ്കല്പങ്ങളൊക്കെ ഉണ്ട്. ഞാനൊരു പ്ലാൻ വരെ റെഡിയാക്കിയിട്ടുണ്ട്. അതിലേതെങ്കിലും ഒന്നിൽ അവൻ തോറ്റാൽ പിന്നെ ഈ കല്യാണത്തിന് ഞാൻ സമ്മതിക്കില്ല. പിന്നെ നീ ഓരോ പൊട്ടത്തരം കാട്ടി എൻ്റെ പ്ലാൻ എങ്ങാനും പൊളിക്കാൻ നോക്കിയാലുണ്ടല്ലോ എന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്താണ്. അതിൽ അമ്മയ്ക്കും ദേഷ്യം പിടിച്ചിട്ട്, ഞാനൊന്നും വരുന്നില്ല നിങ്ങളുടെ സ്റ്റുപ്പിഡ് പ്ലാനിൻ്റെ അടുത്തോട്ട്. എനിക്കെൻ്റെ മരുമകൻ്റെ ഫോട്ടോ കണ്ടപ്പോഴേ ഇഷ്ടപ്പെട്ടു. പിന്നെ എന്നെ ഓരോന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്താമെന്ന് നോക്കണ്ട. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ബാക്കി കാലം നിങ്ങൾ ഒറ്റയ്ക്ക് ഇവിടെ ജീവിക്കേണ്ടി വരും എന്നും പറഞ്ഞ് അമ്മ ഏപ്രോൺ ഊരി, നിങ്ങൾ വരുന്നില്ലെങ്കിൽ വരണ്ട, ഞാൻ പോയി സ്വീകരിച്ചോളാം എന്നും പറഞ്ഞ് പോകുകയാണ്. അച്ഛൻ അത് കണ്ട് നിൽക്കവിടെ എന്നൊക്കെ പറയുന്നുണ്ട്. നീ ഒരു ഫോട്ടോ കണ്ടപ്പോഴേക്കും അവനെ നിന്റെ മരുമകനാക്കാൻ തീരുമാനിച്ചോ? എന്നാൽ അമ്മ അതൊന്നും കേൾക്കാതെ സ്ഥലം വിട്ടു. അതിൽ അച്ഛൻ ഒറ്റയ്ക്ക് പറയും, എന്തായാലും എൻ്റെ അത്രയൊന്നും സുന്ദരനാകാൻ ഒരു വഴിയുമില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് നെയ്യും വേവയും വരുന്നുണ്ട്. അമ്മ ഫ്രണ്ടിൽ തന്നെ നിൽക്കുന്നുണ്ട്. അതിൽ അമ്മനെ കണ്ട വേവ പറയും, അതാ എൻ്റെ അമ്മ, അവിടെ കാറ് നിർത്തിക്കോ. അങ്ങനെ അമ്മ അവളെ കണ്ട് സന്തോഷം കൊണ്ട് കൈയൊക്കെ വീശുന്നുണ്ട്. അങ്ങനെ അവർ പുറത്തിറങ്ങി. നെയ് അമ്മനോട് നമസ്കാരമൊക്കെ പറയുന്നുണ്ട്. അവനെ കണ്ട അമ്മയ്ക്ക് തൃപ്തിയായി. അതിൽ വേവ അമ്മയെ എന്നും വിളിച്ച് ഓടി വന്ന് അമ്മനെ കെട്ടിപ്പിടിക്കണേ. എന്നിട്ട് അമ്മ ആവേശത്തോട് ചോദിക്കും, എങ്ങനെ ഉണ്ടായിരുന്നു യാത്ര? ക്ഷീണമുണ്ടോ? അതിന് ഞാനല്ലല്ലോ ഡ്രൈവ് ചെയ്തത്. അത് കേട്ട് നെയ് ചിരിക്കണേ. വേവേ, എന്നെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്ക്. അത് കേട്ട് വേവ വേഗം നെയ്യിൻ്റെ കൈയും പിടിച്ച് കൂടെ നിർത്തിയിട്ട് ഓക്കെ എന്നും പറഞ്ഞ്, മോം ഇതാണ് നെയ്ക്സിയോ, നെയ് ഇതാണ് എൻ്റെ അമ്മ. ഹായ് ആൻറ്റി. അമ്മ സന്തോഷത്തോടെ അവൻ അടിമുടി നോക്കുന്നുണ്ട്. അപ്പൻ എവിടെ? അപ്പൻ അവിടെ ഉള്ളിലുണ്ട്. വാ, ക്ഷീണം കാണും, ഇത്രയും ദൂരം ഡ്രൈവ് ചെയ്ത് വന്നതല്ലേ, ഫുഡ് കഴിക്കാം. അങ്ങനെ നെയ് കാറ് പാർക്ക് ചെയ്യാൻ പോവുകയാണ്. അതിൽ വേവ അമ്മയോട് നെയ്നെ കാണിച്ചിട്ട് എങ്ങനെയുണ്ടെന്നൊക്കെ ആക്ഷൻ കാണിക്കും. നെയ് ഇവിടെ അവർക്ക് ഒരുപാട് ഗിഫ്റ്റൊക്കെ വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ അവൻ അതും എടുത്ത് ഉള്ളിലോട്ട് വരികയാണ്. അച്ഛനാണെങ്കിൽ അച്ഛൻ ഉണ്ടാക്കി വെച്ച പ്ലാനൊക്കെ നോക്കിയിരിക്കുകയാണ്. അതിൽ അവർ വരുന്ന സൗണ്ട് കേട്ടിട്ട് ബുക്കൊക്കെ മാറ്റി വെച്ച് ഒന്നും സംഭവിക്കാത്ത പോലെ ടി വി കണ്ടുകൊണ്ടിരിക്കും. അങ്ങനെ അവർ വന്നേ. എന്നിട്ട് വേവ അച്ഛൻ്റെ അടുത്ത് വന്നിട്ട്, അപ്പാ ഇതാണ് നെക്സിയോ എന്നും പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അതിൽ അപ്പൻ ജാടയിൽ സോഫയിൽ നിന്നൊക്കെ എഴുന്നേൽക്കണേ. ഹായ് അങ്കിൾ. ഹായ് എന്നും പറഞ്ഞ് അവനെ ഒന്ന് നോക്കി നിൽക്കും. നെയ് അപ്പന് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞ് ആ കവർ എടുത്ത് കാണിച്ചു കൊടുക്കണേ. എന്നാൽ അച്ഛൻ അതും നോക്കി വന്ന് പുച്ഛിച്ചിട്ട്, എന്തിനാ സാധനങ്ങളൊക്കെ? ഇവിടെ കിട്ടാത്തതൊന്നുമല്ലല്ലോ അവിടുന്ന് കൊണ്ടുവരാൻ. അത് കേട്ട് നെയ് വേവേനെ ഒന്ന് നോക്കുന്നുണ്ട്. അല്ലെങ്കിൽ വേണ്ട, അവിടെ എവിടെയെങ്കിലും വെച്ചേക്ക്, എന്തായാലും കൊണ്ടുവന്ന് പോയില്ലേ. അങ്ങനെ നെയ് സാധനങ്ങളൊക്കെ അവിടെ വെച്ച്. അതിൽ പെട്ടെന്ന് അമ്മ പറയും, നമുക്കെന്നാ ഫുഡ് കഴിക്കല്ലേ, നിങ്ങൾ പോയി കൈയൊക്കെ കഴുകി വാ. അതിൽ വേവ് നെയ്യിൻ്റെ കയ്യും പിടിച്ച് വാഷ്റൂം അവിടെയാ എന്നും പറഞ്ഞ് അവനെ കൊണ്ടുപോകണേ. അങ്ങനെ അവർ പോയി കഴിഞ്ഞപ്പോൾ അമ്മ അപ്പൻകിട്ട് വന്ന് കൊടുത്തിട്ട്, എന്തൊരു സ്വഭാവമാണ് നിങ്ങളത്. അതിൽ അച്ഛൻ പറയും, നിനക്ക് കുറച്ച് ഡീസൻ്റ് ആയിട്ട് പെരുമാറിക്കൂടെ, അവൻ്റെ കയ്യിലുള്ള കവർ കണ്ടപ്പോഴേക്കും അതിലോട്ട് ചാടി വീണിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്താണ്. അതിൽ അമ്മ, നിങ്ങളോട് സംസാരിച്ചിട്ട് ഒരു കാര്യവുമില്ല എന്നും പറഞ്ഞ് അമ്മ പോയി ഫുഡൊക്കെ എടുത്തു വെക്കാൻ. അതിൽ അച്ഛൻ അവരെ രണ്ടുപേരെയും എത്തി നോക്കണേ. വേവ ഇവിടെ നെയ്ക്ക് ടവലൊക്കെ എടുത്ത് കൊടുക്കണം മുഖം തുടക്കാൻ. എന്നിട്ട് അച്ഛൻ ഒന്നുകൂടെ നോക്കിയിട്ട്, ഹൈറ്റ് വിചാരിച്ചതുപോലെ ഓക്കെ ആയിട്ടുണ്ട്. അങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേവ ഓരോന്നെടുത്ത് നെയ്യിൻ്റെ പ്ലേറ്റിലോട്ട് ഇട്ട് കൊടുക്കുന്നത് കണ്ട് അച്ഛൻ അത്ര സുഖിച്ചില്ല. അത് കണ്ട് വേവേ, അപ്പാ നിങ്ങൾക്കും ഇതാ എന്നും പറഞ്ഞ് അച്ഛൻ്റെ പ്ലേറ്റിലോട്ടും ഇട്ട് കൊടുക്കും. അപ്പൻക്കാണ് ഞാൻ വലുത് നോക്കി ഇട്ടിരിക്കുന്നത്. പിന്നെ ഉണ്ടല്ലോ നെയ്, എൻ്റെ അപ്പനൊരു സോസ് ഉണ്ടാക്കും, എന്തൊരു ടേസ്റ്റാ എന്നറിയോ. അത് കേട്ട് അപ്പൻ പറയും, മതി നിർത്ത്.
അമ്മയും നെയ്ക്ക് ഓരോന്ന് ഇട്ട് കൊടുക്കുകയാണ്. നെയ് നല്ലോണം കഴിക്ക്. ഞാൻ ഉണ്ടാക്കുന്ന ഫുഡൊന്നും അങ്ങേരുടെ അത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടാകാറില്ല, പക്ഷെ എൻ്റെതും ചെറുതായിട്ടൊക്കെ ടേസ്റ്റ് ഉണ്ടാകും. അത് കേട്ട് അച്ഛന് സഹിച്ചില്ല. അച്ഛനൊരു കോപ്രായം കാട്ടുന്നുണ്ട്. അച്ഛൻ ചോദിക്കും, നെയ് വേവേ നിന്റെ ബിസിനസ് എന്തോ ഒരു ഗെയിം ഉണ്ടാക്കലാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അത് കേട്ടിട്ട് എനിക്കത്ര ഒരു സുഖം തോന്നുന്നില്ല. അതിൽ വേവേ പേടിച്ചോണ്ട്, അതിനെന്താ പ്രശ്നം, ഞാനും ആ സെയിം ജോലി തന്നെയല്ലേ ചെയ്യുന്നത്. അത് കേട്ട് അച്ഛൻ ഒരു ഫുഡ് അവൾക്ക് ഇട്ട് കൊടുത്തിട്ട്, നിന്നോടാരാ ഇപ്പോൾ ചോദിച്ചത്, നിന്നെ പോലെയാണോ അവൻ, നീ നിന്റെ ഫുഡ് കഴിക്കാൻ നോക്ക്, ഞാൻ അവനോടല്ലേ ചോദിച്ചത്. അത് കേട്ട് വേവേ ചിരിക്കുന്നുണ്ട്. അതിൽ നെയ് പറയും, കഴിഞ്ഞ 2 വർഷം ഗെയിം ഉണ്ടാക്കലായിരുന്നു, ഇനി കുറച്ച് സോഫ്റ്റ്വെയർ ഉണ്ടാക്കാനാണ് പ്ലാന്. അത് കേട്ട് അമ്മക്ക് തൃപ്തിയായി. എന്നാൽ അച്ഛൻ ടെൻഷൻ ആയിക്കൊണ്ട് ചോദിക്കും, അത് അതിലേറെ കുഴപ്പമാണല്ലോ, നീ ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാതെ ഒന്നിൽ നിന്ന് ഒന്നിലേക്ക്, അതിൽ നിന്നും വേറൊന്നിലേക്ക്, അത് ശരിയാകൂലട്ടോ. അതൊക്കെ കേട്ട് സഹിക്കട്ട അമ്മ, ഏയ് പിന്നെ നിങ്ങൾ എന്തിനാ ഇപ്പോൾ ഒരു ജോലി മാറിയത്, എന്നിട്ടിപ്പോൾ ബാക്കിയുള്ളവരെ കുറ്റം കണ്ടുപിടിക്കാൻ വന്നിരിക്കുന്നു. ഞാനോ കുറ്റം കണ്ടുപിടിക്കേ, പിന്നെ ഞാൻ ജോലി മാറിയതും ഇതും തമ്മിലെന്താ ബന്ധം. അങ്ങനെ അതും പറഞ്ഞ അച്ഛനും അമ്മയും അടിയായി. അവർ പൊരിഞ്ഞ അടിയാണ്. അതിൽ അച്ഛൻ നെയ്യും വേവയും നോക്കി നിൽക്കുന്നത് കണ്ട് പെട്ടെന്ന് നിർത്തും. അതിൽ നെയ് പറയും, അങ്കിൾ ആൻറ്റി നിങ്ങൾ നല്ല റിലേഷൻഷിപ്പാണ് കേട്ടോ. അത് കേട്ട് വേവേ പറയും, കൺഗ്രാറ്റുലേഷൻസ്, നിനക്ക് ഇത്ര പെട്ടെന്ന് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞതിൽ. അത് കേട്ട് അച്ഛനും അമ്മക്കും ആകെ നാണക്കേടായി. അതിൽ അച്ഛൻ അമ്മൻ്റെ പ്ലേറ്റിലോട്ട് ഫുഡ് എടുത്ത് കൊടുത്തിട്ട്, നീ കുറേ കഴിക്ക്, എന്നിട്ട് കുറച്ച് സംസാരിക്ക്. അതൊക്കെ കേട്ട് ഇവർ ചിരിക്കുകയാണ്. ഇനി രാത്രി അമ്മ പുതപ്പും തലയണയും കൊണ്ടൊക്കെ വേവേൻ്റെയും നെയ്യിൻ്റെയും അടുത്തോട്ട് വരികയാണ്. അമ്മ വരുന്നത് കണ്ട് വേവേ ഓടി വന്ന് അതൊക്കെ വാങ്ങിച്ച് സോഫയിൽ വിരിക്കുകയാണ്. അതിൽ അമ്മ പറയും, നെയ് സോറി, അങ്ങേരെ അങ്ങനെയൊക്കെ നിന്നോട് സംസാരിച്ചതിൽ. പിന്നെ ഞാൻ അങ്ങേരുടെ കൂടെ നിന്നെ കിടത്താമെന്നാണ് വിചാരിച്ചിരുന്നത്, പക്ഷേ എന്നും പറഞ്ഞ് ഒന്ന് സ്റ്റോപ്പിട്ട് ആകെ പരുങ്ങാണ്. അത് മനസ്സിലായ നെയ്, ഇറ്റ്സ് ഓക്കെ, എനിവേ താങ്ക്സ് ആൻറ്റി. എന്നാൽ നീ കിടന്നോ, ഇത്രയും ലോങ് ഡ്രൈവ് ചെയ്ത് വന്നതല്ലേ, ക്ഷീണം കാണും. അങ്ങനെ വേവയും ഗുഡ് നൈറ്റൊക്കെ പറഞ്ഞു പോകും. അങ്ങനെ എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ നെയ് സോഫയിലിരുന്ന് ഒരു ദീർഘശ്വാസമൊക്കെ ഇട്ട് മേപ്പോട്ട് നോക്കി ഓരോന്ന് ചിന്തിക്കണേ. ഇനി രാത്രി അമ്മ ഉറങ്ങിയെന്ന് ഉറപ്പായപ്പോൾ അച്ഛൻ മെല്ലെ എഴുന്നേറ്റ് ശബ്ദമുണ്ടാക്കാതെ ചെരുപ്പൊക്കെ ഇട്ട്, എന്നിട്ട് പതിയെ ഡ്രോയറിൽ നിന്നും ആ ഡയറി എടുത്തിട്ട് നെയ്യിൻ്റെ അടുത്തോട്ട് പോകുകയാണ്. നെയ് ആണെങ്കിൽ നല്ല സുഖമായിട്ട് ഉറങ്ങുന്നുണ്ട്. എന്നിട്ട് അച്ഛൻ പതുക്കെ അവൻ്റെ അടുത്തോട്ട് വന്നിരുന്നിട്ട് അവനെ നല്ലോണം നിരീക്ഷിക്കുന്നുണ്ട്. അവനെ മണത്ത് വരെ നോക്കുന്നുണ്ട്. എന്നിട്ട് ആ ഡയറി എടുത്തിട്ട് ജീവിതരീതി എന്ന ഹെഡിങ് ഉള്ള പേജിൽ എഴുതാണ്, കൂർക്കം വലിയില്ല, ബാഡ് സ്മെല്ലില്ല എന്നൊക്കെ എഴുതി വെക്കുന്നുണ്ട്. ഇനി രാവിലെ അച്ഛൻ ഓടി വരുന്നുണ്ട്. അതിൽ ബാക്കിലോട്ട് നോക്കിയിട്ട് വിളിച്ച് പറയും, ഒന്ന് വേഗം വാ, നിനക്കെന്താ ഇത്ര താമസം. അതിൽ നെയ് ഒരു അരിച്ചാക്കും പിന്നെ ഒരു ഡ്രിങ്ക്സിൻ്റെ ബോക്സും ഒക്കെ ഏറ്റി ഓടി വരുന്നുണ്ട്. അങ്ങനെ അവൻ അതും കൊണ്ട് പോയപ്പോൾ അച്ഛൻ വീണ്ടും ആ ഡയറി എടുത്തിട്ട് സ്റ്റാമിനിൻ്റെ കുളത്തിൽ ടിക്കിടും. ഇവിടെ അവർ വരുന്ന സൗണ്ട് കേട്ടിട്ട് വേഗം ഓടി വന്ന് കതക് തുറക്കാണ്. അതിൽ നെയ് ആ അരിച്ചാക്കും കൊണ്ട് അവളോടൊന്ന് ചിരിച്ചിട്ട് ഉള്ളിലോട്ട് ഓടിക്കയറും. അത് കണ്ട് ഷോക്കായിട്ട് പിന്നാലെ വരുന്ന അപ്പനെ പിടിച്ചു നിർത്തിയിട്ട് ദേഷ്യം പിടിച്ച് ചോദിക്കും, അപ്പാ എന്താ അപ്പാ ഇതൊക്കെ. അതിൽ അച്ഛൻ പരുങ്ങിക്കൊണ്ട് പറയും, ഓ അതോ, ഇന്ന് നിന്റെ ആൻറ്റിനെ കണ്ടപ്പോൾ അവരെനിക്കൊരു അരിച്ചാക്ക് തന്നു. അത് കേട്ട് വിശ്വാസം വരാതെ വേവേ, അപ്പോൾ ആ ഡ്രിങ്ക്സിൻ്റെ ബോക്സും വരുന്ന വഴി ആരെങ്കിലും തന്നതായിരിക്കും അല്ലേ. അത് കേട്ട് അച്ഛൻ കറക്റ്റ് എന്നും പറഞ്ഞു പോവുകയാണ്. ഇവിടെ നെയ് ഡ്രിങ്ക്സ് എല്ലാം എടുത്ത് ഫ്രിഡ്ജിൽ കയറ്റുകയാണ്. അതിൽ വേവേ വന്ന്, അപ്പം നിന്നെ നല്ലോണം കഷ്ടപ്പെടുത്തുന്നുണ്ടല്ലേ. അതിൽ നെയ് പറയും, എനിക്കിപ്പോൾ തോന്നുന്നു നമുക്കൊരു ആൺകുട്ടി മതിയെന്ന്. അത് കേട്ട് വേവേ ദേഷ്യം പിടിച്ചിട്ട്, നീ അപ്പോഴും അതൊക്കെയാണോ തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത്, ഇവിടെ എൻ്റെ അപ്പൻ കല്യാണത്തിന് വരെ സമ്മതിച്ചിട്ടില്ല. അതിൽ നെയ് പറയും, ഇന്ന് നിൻ്റെ അപ്പൻ എന്നെ ഏകദേശം 5000 മീറ്റർ ഓടിച്ചു. അപ്പോൾ ഞാൻ ചിന്തിക്കായിരുന്നു, നമുക്കൊരു പെൺകുട്ടിയാണെങ്കിൽ നമ്മളും നമ്മുടെ ഫ്യൂച്ചർ മരുമകന് ഇതിനേക്കാളും ടഫായിട്ടുള്ള ടാസ്ക് കൊടുക്കും. ഞാനും ഇങ്ങനെ ഒരു പ്ലാനും കൊണ്ട് വന്നാൽ നമ്മുടെ മകൾ ജന്മത്തിൽ കല്യാണം കഴിക്കുന്നുണ്ടാവില്ല. അതാ ഞാൻ പറഞ്ഞത്, നമുക്കൊരു ആൺകൊച്ചു മതി. എന്നാൽ എനിക്ക് അവനക്ക് പറഞ്ഞും കൊടുക്കാം എങ്ങനെ അമ്മായിയപ്പനെ ചാക്കിലാക്കാം എന്ന്. അത് കേട്ട് വേവ കുറുമ്പ് പിടിച്ചിട്ട്, ഞാൻ അതിന് ഇതുവരെ നിൻ്റെതായിട്ടില്ല, ഞാൻ എൻ്റെ അപ്പനോടൊന്ന് സംസാരിച്ചിട്ട് വരാം എന്നും പറഞ്ഞ് അവൾ പോവുകയാണ്. ഇവിടെ അച്ഛൻ അപ്പോഴും ആ ഡയറിയിൽ ഓരോന്ന് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലോട്ടാണ് വേവേ വരുന്നത്. അതിൽ അപ്പൻ അവളെ കണ്ട് ആ ഡയറി അടിച്ചു വെച്ച് ഒന്നും അറിയാത്ത പോലെ നിൽക്കണേ. അതിൽ വേവയ്ക്ക് സംശയം തോന്നി ആ ഡയറി തട്ടിപ്പറിച്ച് വാങ്ങിച്ചിട്ട് നോക്കുന്നുണ്ട്. എന്നിട്ട് അവൾ ഞെട്ടിയിട്ട്, അപ്പോൾ ഇതാണല്ലേ കാര്യം, അപ്പാ നിങ്ങൾ ഈ ചെയ്യുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ. എന്തേ മോളെ, ഞാൻ ഈ ചെയ്യുന്നതൊക്കെ നിനക്ക് വേണ്ടിയാ എന്ന് നീ മനസ്സിലാക്കി. ഞാൻ ഒരു കാര്യം പറയട്ടെ, നിന്റെ തല നിറച്ചു റൊമാൻസ് മാത്രമേ ഉള്ളൂ. പിന്നെ നിന്റെ അമ്മൻ്റെ കാര്യം, അവൾ അവൻ്റെ സുന്ദരമായ മുഖം കണ്ടപ്പോഴേക്കും അവൾ വീണു. പിന്നെ ഒന്നും അവൾക്കൊരു പ്രശ്നമേ അല്ല. ഈ വീട്ടിൽ നിന്നെപ്പറ്റി ആകെ ആലോചിക്കുന്ന ഒരേ ഒരാളുള്ളൂ, അത് ഞാനാ, ശരിയല്ലേ. അത് കേട്ട് അവൾ ചിരിച്ചോണ്ട്, അതൊക്കെ ശരിയാ, പക്ഷെ അപ്പാ ഇതൊക്കെ ഇത്തിരി ഓവറല്ലേ, ഇത്തിരി മാത്രം. എന്ത് ഓവർ, ഒരു ഓവറുമില്ല. എന്നാ അപ്പാ
നെയ്ൻ്റെ പാരൻസാണ് ഇങ്ങനൊരു പ്ലാനും കൊണ്ട് വന്ന് എന്നെ കഷ്ടപ്പെടുത്തുന്നതെങ്കിലോ നിങ്ങൾക്ക് വിഷമമാകില്ലേ? അതിൽ അച്ഛൻ പൊട്ടിത്തെറിച്ചിട്ട് ഓഫ് കോഴ്സ് അവരങ്ങനെ എങ്ങാനും ചെയ്താൽ. അത് കേട്ട് വേവേ അപ്പോൾ അതെന്താ പറ്റാത്തത്? മോളെ എനിക്ക് നിന്റെ കാര്യത്തിൽ അത്രയ്ക്ക് ടെൻഷനുണ്ട്. വേവേ ഞാൻ നിന്നെ ഒന്നിൽ നിന്നും പിന്തിരിപ്പിക്കാൻ നോക്കില്ല. പക്ഷേ ഈ കല്യാണം എന്നൊക്കെ പറയുന്നത് പെൺകുട്ടികളുടെ ലൈഫിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കുറച്ചുകൂടെ കാലം കഴിഞ്ഞ് നീ ഒന്നുകൂടെ മെച്ചുവറാവട്ടെ. എന്നിട്ട് നീ സീരിയസ് ആയിട്ട് ഒരു തീരുമാനമെടുക്കണം. ശരിക്കും നിനക്ക് എന്താ വേണ്ടതെന്ന്. ഇപ്പോൾ തന്നെ ഇങ്ങനെ ഒരു ഡിസിഷനൊന്നും എടുക്കല്ലേ എന്നും പറഞ്ഞ് അവളെ ഉപദേശം കൊണ്ട് ഉപദേശം. സത്യം പറഞ്ഞാൽ നേക്സി ഒരു നല്ല പയ്യനാണ്. അവൻ എല്ലാ കാര്യത്തിലും ബെസ്റ്റാണ്. നിനക്ക് വേണമെങ്കിൽ പറയാം, അപ്പൻ അവൻ്റെ പ്രായത്തിനേക്കാളും എന്തുകൊണ്ടും ബെറ്ററാണ് അവൻ ഇന്ന്. അവൻ എല്ലാത്തിനും പെർഫെക്റ്റാണ്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇത്ര ബേജാറ്. അത് കേട്ട് വേവേ ഇതെന്ത് ലോജിക്കാ അപ്പാ? പെർഫെക്റ്റ് ആയതുകൊണ്ട് ടെൻഷനോ? പിന്നെ അവന് എല്ലാ കാര്യത്തിലും ബെസ്റ്റ് ഒന്നുമല്ല. ഒരു കാര്യമുണ്ട്, അവൻക്ക് കുക്കിംഗ് അറിയില്ല. അത് കേട്ട് അച്ഛൻ ഞെട്ടിയിട്ട് എന്തേ അവൻക്ക് കുക്കിംഗ് അറിയില്ലേ എന്നും പറഞ്ഞ് സന്തോഷം കൊണ്ട് പൊട്ടിച്ചിരിക്കുകയാണ്. അവസാനം അപ്പൻക്ക് അവൻ്റെ ഒരു നെഗറ്റീവ് കിട്ടി. അപ്പോൾ ഈ ഒരു കാര്യം കൊണ്ട് മോളെ അവൻ ഡിസ്ക്വാളിഫൈഡ് ആയി. എന്നിട്ട് ഡയറിയിൽ എഴുതാണ്. അതിൽ വേവെ പേടിച്ചുകൊണ്ട് അപ്പ എന്താ ഇത്? അതിൽ അപ്പൻ ദേഷ്യം പിടിച്ചിട്ട് കല്യാണം കഴിഞ്ഞാൽ പിന്നെ നീ അടുക്കളയിൽ തന്നെ നിന്ന് അവൻക്ക് ഏത് നേരം വെച്ചുണ്ടാക്കി കൊടുക്കണമെന്നോ? നോ വേ. അതിൽ അവൾ അപ്പ എന്നൊക്കെ പറഞ്ഞ് സോപ്പിട്ട് കരയുന്നുണ്ട്. സത്യം പറഞ്ഞ മോളെ ഈ പോയിന്റ് ഞാൻ എഴുതാൻ വിട്ടിരുന്നു. നീ ഓർമ്മിപ്പിച്ചത് നന്നായി. എന്നിട്ട് ആ ഡയറിയിൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം വേവയ്ക്ക് ദേഷ്യം പിടിച്ച് തെറ്റിപ്പോയി. അപ്പനാണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ എഴുതിക്കൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ട് വേവ നെയ്ൻ്റെ അടുത്തോട്ട് വന്നിട്ട് പറയും, ഞാൻ ആദ്യമുള്ളതിനേക്കാളും ഒന്നുകൂടെ കുളമാക്കി. അത് കേട്ട് നെയ് അവൻ്റെ കയ്യിലുള്ള ടവലൊക്കെ വേവേക്ക് കൊടുത്തിട്ട് ഇനി എൻ്റെ ഊഴാണ്, ഞാനൊന്ന് പോയി സംസാരിക്കട്ടെ എന്നും പറഞ്ഞ് നെയ് പോകും. വേവേക്ക് ഇതിലൊരു ചെറിയൊരു പ്രതീക്ഷയുണ്ട്. അങ്ങനെ കുറച്ച് നേരമായി നെയ് പോയിട്ട് അവനെ കാണുന്നുമില്ല. വേവ ഇവിടെ ടെൻഷൻ അടിച്ചുകൊണ്ട് എത്തി നോക്കുകയാണ്. എന്നിട്ട് അമ്മനോട് ചോദിക്കും, അമ്മ അവരെന്താ കാണാത്തത്? അപ്പം പുതിയ എന്തെങ്കിലും ടാസ്ക് കൊടുത്ത് നെയ്നെ കഷ്ടപ്പെടുത്തുന്നുണ്ടാകുമോ? ഏയ് അതൊന്നും ഉണ്ടാകില്ല, ആകെ 10 മിനിറ്റല്ലേ ആയിട്ടുള്ളൂ. അങ്ങനെ അവരങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അച്ഛനും നെയ്യും ചിരിച്ചു കളിച്ചു വരുന്നത് കാണും. എന്നിട്ട് വേവനോട് വന്ന് പറയും, വേവേ നീ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് കഴിക്ക്, പറ്റുന്ന അത്രയും നേരത്തെ. അത് കേട്ട് അവൾ തന്നെ ഷോക്കായി നിൽക്കുകയാണ്. എന്നിട്ടൊന്നും മനസ്സിലാകാതെ അമ്മയും അവൾ മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്നുണ്ട്. അതിൽ അച്ഛൻ വന്ന് വേവൻ്റെ കൈ പിടിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് നീ എന്താ ഇനിയും ഇവിടെ ഇരിക്കുന്നത്? വേഗം എഴുന്നേൽക്ക്. എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും പുറത്തു പോയി കാര്യങ്ങളൊക്കെ ഒന്ന് തീരുമാനിക്ക്. വേഗം പോ എന്ന് പറയാണ്. അതിൽ കിട്ടിയ അവസരത്തിൽ വേവ നെയ്നെ ഉന്തി പുറത്തോട്ട് കൊണ്ടുപോകുകയാണ്. അങ്ങനെ അവർ പോയി കഴിഞ്ഞപ്പോൾ അമ്മ ചോദിക്കും, ശരിക്കും നിങ്ങൾക്ക് എന്താ പറ്റിയേ? ഇവിടെ വേവയും അത് തന്നെയാണ് ചോദിക്കുന്നത്. ശരിക്കും നീ എന്താണ് അപ്പനോട് പറഞ്ഞത്? ഇതുവരെ കല്യാണത്തിനെ പറ്റി പോലും കേൾക്കാൻ നിൽക്കാത്ത ആളെ ഇപ്പോൾ കല്യാണം കഴിക്കാൻ വേണ്ടി ഫോഴ്സ് ചെയ്യുന്നു. അത് കേട്ട് നെയ് ചിരിച്ചിട്ട് പറയും, ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നത് മൊത്തം നിന്റെ കുട്ടിക്കാലമായിരുന്നു. അത്രയുള്ളോ? അതെ. നിന്നെ പറ്റി അങ്ങനെ വാ തോരാതെ സംസാരിക്കുന്ന അങ്കിളിനെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അങ്കിളിന് കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണെന്ന്. അപ്പോൾ ഞാനൊരു നമ്പർ ഇറക്കി. ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു കുട്ടി എന്ന പോളിസിയല്ല, ഞങ്ങൾക്ക് 2 എണ്ണമാണ് ഉദ്ദേശിക്കുന്നത്. അതും നിന്നെ പോലെ ഭംഗിയുള്ള 2 കുട്ടികളായിരിക്കും എന്നൊക്കെ പറഞ്ഞതും നിന്റെ അപ്പൻ ഫ്ലാറ്റ്. അത് കേട്ട് വേവ ചിരിച്ചുകൊണ്ട്, അപ്പോൾ അതിനാണോ നമ്മൾ ഇപ്പോൾ തന്നെ കല്യാണം കഴിക്കുന്നത്? അത് കേട്ട് നെയ് വന്ന് വേവൻ്റെ ഷോൾഡറിൽ പിടിച്ചിട്ട് നിന്റെ അപ്പൻ കാത്തിരിക്കുകയാണ് ആ 2 പിള്ളേർക്ക് വേണ്ടി. ഇവിടെ അച്ഛനും അമ്മയ്ക്ക് സന്തോഷം കൊണ്ട് പറഞ്ഞു കൊടുക്കണേ. എന്നാൽ ഉച്ചത്തിൽ വേവയും നെയ്യും കേൾക്കാൻ കൂടിയാണ് പറയുന്നത്. അവരുണ്ടല്ലോ ഉടനെ കല്യാണം കഴിക്കട്ടോ, എന്നിട്ട് നമ്മൾക്ക് 2 പേരക്കുട്ടികളെ തരും. അപ്പം വിചാരിച്ചതുപോലെ തന്നെ അവരത് കേൾക്കുന്നുണ്ട്. എന്നിട്ട് വേവ ചിരിച്ചുകൊണ്ട് പറയും, നീ ജയിച്ചു. പിന്നുണ്ടല്ലോ ഞാനൊരു മുത്തശ്ശനാകും. അത് കേട്ട് അമ്മ, അപ്പോൾ ഞാനൊരു മുത്തശ്ശിയും. എന്നിട്ട് അച്ഛൻ വിളിച്ചു പറയും, ശരിയാ ഇവിടെ ഒരാൾ മുത്തശ്ശിയും. അത് കേട്ട് വേവ ചിരിച്ചുകൊണ്ട് പോകും. ഇവിടെ നെയ്യും വെരി വെരി ഹാപ്പി. എന്നിട്ട് അവൻ വന്ന് അവൻ്റെ ഫോൺ എടുത്തിട്ട് അവൻ്റെ അമ്മക്ക് വിളിച്ചിട്ട് പറയും, മോം എൻ്റെ സൈഡ് കഴിഞ്ഞു, ഇനി നിങ്ങൾ ഒഫീഷ്യലായി വന്ന് പെണ്ണ് ചോദിക്കേ, എന്നിട്ട് മാരേജിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യേ. ഇനി ഇവിടെ വേവയും നെയ്യും പുറത്തു പോയി. അവരങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയിൽ വേവേ, നാളെ തന്നെ എന്തിനാ നിൻ്റെ പാരൻസ് ഇങ്ങോട്ട് വരുന്നത്? എല്ലാം പെട്ടെന്നായിപ്പോയി. സത്യം പറഞ്ഞാൽ ഞാൻ ഒന്നിനും പ്രിപ്പയർ ചെയ്തിട്ടില്ല. അത് കേട്ട് നെയ് ചിരിക്കണേ. ആക്ച്വലി എൻ്റെ പാരൻസിന് എന്നെ ഇവിടെ വുഹാൻ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കാനായിരുന്നു പ്ലാന്. പക്ഷെ ഞാൻ ഇതുവരെ ഈ സിറ്റിക്ക് പുറത്ത് പോയിട്ടേ ഇല്ല. അതുകൊണ്ട് ഞാനാണ് ക്യൂങ് യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്തത്. ഇൻ കേസ് ഞാൻ ഇവിടെ ആയിരുന്നു പഠിച്ചിരുന്നെങ്കിൽ നിന്നെ ഒന്നും ഞാൻ കാണുക പോലുമില്ലായിരുന്നു. അത് കേട്ട് നെയ് ഒന്ന് സ്റ്റക്കായിട്ട് തിരിഞ്ഞു നിന്ന് പറയും, അപ്പോൾ നീ വുഹാൻ യൂണിവേഴ്സിറ്റിയിൽ ആയിരുന്നെങ്കിൽ നിന്നെ ഞാൻ കാണില്ല എന്ന് വിചാരിച്ച് മിസ്റ്റർ നെയ് ഒരിക്കലും കല്യാണം കഴിക്കില്ല എന്നില്ലല്ലോ. അങ്ങനെ എങ്ങാനും അവൻ ചെയ്താൽ എനിക്ക് അവനെ ഓർത്ത് വിഷമം വരും. അതിൽ വേവ ചിരിച്ചോണ്ട് പറയും, അവൻ എന്നാൽ വേറെ ആരെങ്കിലും കണ്ടുപിടിക്കുമായിരിക്കും. അത് ശരിയാ, അവൻ്റെ സെലക്ഷൻ ഒരിക്കലും മോശം വരാറില്ല.
അത് കേട്ട് വേവെ അത് സമ്മതിച്ചുകൊണ്ട് യെസ് കറക്റ്റ്, പക്ഷേ മിസ് വേവേൻ്റെ സെലക്ഷനും ഒട്ടും മോശം വരാൻ ചാൻസ് ഇല്ല. പിന്നെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരുപാട് നീണ്ടു നിവർന്ന് കിടക്കില്ലേ, അപ്പോൾ അവർ രണ്ടുപേരും എവിടുന്നെങ്കിലും എപ്പോഴെങ്കിലും കാണാൻ നല്ല ചാൻസ് ഉണ്ട്. അത് കേട്ട് നെയ് ഒന്ന് ചിന്തിക്കണേ, ഒരു പക്ഷെ അവർ വയസ്സന്മാരായിട്ടായിരിക്കും. അങ്ങനെ അവർ രണ്ടുപേരും കണ്ടുമുട്ടിയാൽ ഒരു റൊമാൻസ് പൊട്ടിവിരിയും. റൊമാൻസോ? ആ പ്രായത്തിലൊക്കെ അവർ വീണ്ടും സിംഗിൾസ് ആയിട്ടുണ്ടാകും. അങ്ങനെ അവർക്ക് രണ്ടുപേർക്കും വീണ്ടും കപ്പിളാകാം എന്നും പറഞ്ഞ് വേവെ ചിരിച്ചുകൊണ്ട് പോകുകയാണ്. അതിൽ നെയ് അവളുടെ കയ്യെ പിടിച്ചു വെച്ചിട്ട് വേവേ എന്ന് വിളിക്കും. എന്നിട്ട് അവന് വേവേൻ്റെ അടുത്തോട്ട് വന്നിട്ട് നമുക്ക് നമ്മുടെ കല്യാണ ഡേറ്റ് പെട്ടെന്ന് തന്നെ തീരുമാനിക്കണം. അതെന്തിനാ? നമ്മളെന്തിനാ വെറുതെ നമ്മുടെ നല്ല കാലമൊക്കെ വേസ്റ്റ് ചെയ്യുന്നത്? എന്നിട്ട് നെയ് വേവേൻ്റെ അടുത്തോട്ട് വന്ന് നിന്നിട്ട് നമുക്ക് ഈ പ്രായം ആസ്വദിക്കണ്ടേ എന്നും പറഞ്ഞ് നെയ് അവളെ കിസ് ചെയ്യാണ്. വേവെ അവനെയും കെട്ടിപ്പിടിച്ച് കിസ് ചെയ്തുകൊണ്ടിരിക്കണേ. ഇനി നെയ്യിൻ്റെയും വേവൻ്റെയും പാരൻസൊക്കെ ഒത്തുകൂടി ചേഴ്സൊക്കെ പറയാണ്. അങ്ങനെ വേവൻ്റെ അപ്പനും അമ്മയും അവരെ നല്ലോണം സൽക്കരിക്കുന്നുണ്ട്. ഇവിടെ എറിക്സിയും ടീമും നെയ്യും വേവയും എടുത്ത പുതിയ ഫ്ലാറ്റ് കാണാൻ വന്നതാണ്. എന്നിട്ട് എറിക്സി ഓടി വന്ന് സോഫയിലോട്ട് കിടന്നിട്ട് ഇനി എൻ്റെയും കല്യാണം കഴിഞ്ഞ ഒരു അപ്പാർട്ട്മെൻറ്റ് എടുക്കല്ലോ, എന്നിട്ട് ഞാൻ അതും നെയ്നെ കൊണ്ട് ഡിസൈൻ ചെയ്യിപ്പിക്കും. അതിൽ ലിങ്ങും പറയും എനിക്കും ഇഷ്ടമായി ഇതിൻ്റെ ഇൻറ്റീരിയർ. അങ്ങനെ അവിടെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ സീസി പറയും വേവേ നിൻ്റെ വെഡ്ഡിങ് ഗൗൺ ഒന്ന് കാണിച്ചു തരുമോ? ആക്ച്വലി ഞങ്ങൾ വന്നത് അതിനാണ്. അത് ബെഡ്റൂമിലാ, നിങ്ങൾ അങ്ങോട്ട് വാ. അതിൽ അവർ പെട്ടെന്ന് ബെഡ്റൂം എവിടെ എന്നും ചോദിച്ച് അതിലോട്ട് ഓടിക്കയറും. എന്നിട്ട് അവിടെയുള്ള ബോക്സ് ഒക്കെ തുറന്ന് പരിശോധിക്കണേ. അതിൻ്റെ ഇടയിൽ ലിങ് ഒരു ബോക്സ് തുറന്നിട്ട് വണ്ടർ അടിക്കണേ, ഒരുപാട് ആൻറ്റിക്കായിട്ടുള്ള ആഭരണങ്ങൾ. എന്നിട്ട് അവൾ അതൊക്കെ എടുത്ത് പരിശോധിക്കണേ. അതിൽ ലിങ് ഒരു കിരീടമൊക്കെ എടുത്ത് ചോദിക്കും ഇതിന് എത്ര റേറ്റ് ഉണ്ടാകും? എത്രയൊന്നൊന്നും അറിയില്ല, നെയ് വാങ്ങിച്ചതാ, ഏകദേശം 10 ലക്ഷത്തിൻ്റെ ഒക്കെ മുകളിലുണ്ടാകും. അത് കേട്ട് അവർ ഞെട്ടിയിട്ട് എറിക്സി ചോദിക്കും 10 ലക്ഷമോ? അതും ഈ ക്ലോസറ്റ് പോലത്തെ സാധനം തലയിൽ വെക്കാൻ? അത് കേട്ട് വേവെ അവളുടെ തലക്കിട്ടൊന്ന് കൊടുത്തിട്ട് നല്ലതൊന്നും നിന്റെ വായിൽ നിന്ന് വരൂലേ എന്നും പറഞ്ഞ് ദേഷ്യം പിടിക്കാണ്. നെയ് പറഞ്ഞല്ലോ ഇതൊന്നും വാങ്ങിച്ചത് കൊണ്ട് ഒരു നഷ്ടവുമില്ല എന്ന്. ശരിയാ, നെയ് അങ്ങനെയല്ലേ പറയുള്ളൂ. ഇനി വേവെ ശരിക്കുമുള്ള ക്ലോസറ്റ് എടുത്ത് തലയിൽ വെച്ച് നടന്നാലും അവൻ അങ്ങനെയല്ലേ പറയുള്ളൂ. അത് കേട്ട് വേവെ ലിങ്ങിനും ഒരു തട്ട് കൊടുക്കും. അങ്ങനെ വീണ്ടും അവർ പരിശോധിക്കണേ. അതിൽ ലിങ് പോയി വേവൻ്റെ ഒരു ഗൗൺ എടുത്ത് നോക്കണേ. വാവ്, എന്തൊരു ഭംഗിയല്ലേ! ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്തിനാ ഈ വെസ്റ്റേൺ സ്റ്റൈലിലുള്ള വൈറ്റ് ഗൗണൊക്കെ ഇടുന്നത്? ഇത്രയും ഭംഗിയുള്ള ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഉണ്ടായിട്ടും. വേവേ, നീ ഇതൊന്ന് ഞങ്ങൾക്ക് ഇട്ട് കാണിച്ചു തരുമോ? എനിക്കറിയില്ല ഇതെങ്ങനെ ഇടുക എന്ന്. അത് കേട്ട് അവളെ അറിയില്ലേ? എന്താ നിനക്കറിയോ? എന്നാ പഠിപ്പിച്ചതാ എന്നൊക്കെ പറഞ്ഞ് വേവെ കളിയാക്കണേ. അതൊക്കെ കഴിഞ്ഞ് സീസി ഒരു ദീർഘശ്വാസമൊക്കെ ഇട്ട് പറയും അങ്ങനെ നമ്മുടെ വേവേൻ്റെ കല്യാണം കഴിയാൻ പോകുന്നു എന്നല്ല, കല്യാണം കഴിഞ്ഞു, രജിസ്ട്രേഷൻ ഓൾറെഡി കഴിഞ്ഞു. എന്നിട്ട് ഒരു സ്ഥലത്തോട്ട് അവൾ ചൂണ്ടും. അതിൽ എറിക്സിയൊക്കെ ഷോക്ക് ആയിക്കൊണ്ട് നോക്കണേ. ഇതാണ് അവരുടെ മാരേജ് സർട്ടിഫിക്കറ്റ്. അത് കണ്ട് ലിങ്ങൊക്കെ ത്രില്ലടിച്ച് അത് പോയി എടുത്ത് തുറന്ന് നോക്കണേ. വാവ്, രണ്ടുപേരെയും കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ? അതൊക്കെ കണ്ട് എറിക്സി കളിയാക്കിക്കൊണ്ട് ചോദിക്കും സത്യം പറ വേവേ, നിങ്ങൾക്ക് എല്ലാത്തിലും എന്താ ഇത്ര ധൃതി? നീ പ്രഗ്നൻ്റ് അല്ലേ? അതിൽ വേവയ്ക്ക് ദേഷ്യം പിടിച്ച് ആ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിട്ട് നീ ഇനി ഇത് കാണണ്ട എന്നും പറഞ്ഞ് അതും എടുത്ത് ഓടുകയാണ്. എന്നിട്ട് വേവെ പറയും എറിക്സി, നീ എനിക്കൊരു വെഡ്ഡിങ് ഗിഫ്റ്റ് തരും എന്നൊരു പ്രതീക്ഷ എനിക്കില്ലട്ടോ. അപ്പോഴേക്കും നീ ഒരുത്തൻ്റെ കൂടെ ഫോറിനിക്ക് പോയിട്ടുണ്ടാകും. വേവേ ഒന്ന് ചുമ്മാതിരിക്കുമോ? ആ റാസ്കൽ ക്യാവോനെ പറ്റി മിണ്ടിപ്പോകരുത്. എനിക്ക് എന്തേലും മെൻ്റലാകണം അവനൊക്കെ ഞാൻ സെലക്ട് ചെയ്യണമെങ്കിൽ. അതിൽ വേവി പറയും അതിനാരാ ക്യാവോനെ പറ്റി പറഞ്ഞത്? ഞാനൊരു ഫോറിൻ കൺട്രി എന്നേ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞ് എറിക്സിനെ കളിയാക്കണേ. അതിൽ എറിക്സി അവളെ അടിക്കാൻ ഓടുന്നുണ്ട്. ഇനി അതൊക്കെ കഴിഞ്ഞ് അവർ പോകാൻ നിൽക്കണേ. എന്നിട്ട് ബൈ ബൈ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നെയ് വരുന്നത് കണ്ട് അവർ ഷോക്കാകും. നെയ് അവരെ കണ്ട് അവരുടെ അടുത്തോട്ട് വരും. അതിൽ അവർ പരിങ്ങിക്കൊണ്ട് നെയ് ഞങ്ങൾ പോകാൻ നിൽക്കായിരുന്നു. അതിൽ എറിക്സി ഓടി വന്ന് വേവനെ പിടിച്ചിട്ട് നെയ്യിനോട് ചോദിക്കും നിങ്ങൾ ഉടനെ തന്നെ കല്യാണം കഴിക്കില്ലേ? അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ഇനി വേവനെ പഴയ പോലെ കിട്ടില്ല. അതുകൊണ്ട് ഇന്നൊരു ദിവസം വേവെ ഞങ്ങളുടെ കൂടെ ലിങ്ങിൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ താമസിച്ചോട്ടെ. അതിൽ വേവെ പറയും അതിന് നെയ്യിൻ്റെ പെർമിഷൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷെ പെട്ടെന്ന് നെയ് പറയും ഇന്ന് രാത്രി പറ്റില്ല. അത് കേട്ട് വേവെ ചമ്മിപ്പോയി. അതിൽ ലിങ് കളിയാക്കിക്കൊണ്ട് നിനക്ക് പെർമിഷൻ്റെ ആവശ്യമില്ലാത്ത പോലെ എനിക്ക് തോന്നുന്നില്ലട്ടോ എന്നും പറഞ്ഞ് അവളെ കളിയാക്കണേ. അതിൽ നെയ് പറയും നേരം ഒരുപാടായി, ഞാൻ നിങ്ങളെ ഡ്രോപ്പ് ചെയ്യാം എന്നും പറഞ്ഞ് നെയ് അവരെയും കൊണ്ട് പോകുകയാണ്. അതിൽ അവർ വേവനോട് ബൈ ബൈ എന്നൊക്കെ പറഞ്ഞ് പോകും. അങ്ങനെ അവർ പോയി കഴിഞ്ഞപ്പോൾ വേവ ഇവിടെ കുളിക്കുകയാണ്. നെയ് ആണെങ്കിൽ അവരെയൊക്കെ കൊണ്ടാക്കി തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വേവേ കുളിയൊക്കെ കഴിഞ്ഞ് അവൾ വെഡ്ഡിങ് ഡ്രസ്സിൻ്റെ ഒരു പീസാണ് ഇട്ടിട്ടുള്ളത്. എന്നിട്ട് അവൾ അതും ഇട്ടുകൊണ്ട് നിൽക്കുമ്പോഴാണ് നെയ് വരുന്നത്. അതിൽ അവൾ ഞെട്ടി പുറകിലോട്ട് നോക്കണേ. എന്നാൽ നെയ്യും ഇവളെ കണ്ട് ഒന്ന് ഷോക്കാകും. അവളാണെങ്കിൽ നെയ്യിനെ നോക്കി ഒരു അവിഞ്ഞ ചിരി ചിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അവൻ നേരെ വേവേൻ്റെ അടുത്തോട്ട് വരും. അതിൻ്റെ ഇടയിൽ ആ വെഡ്ഡിങ് ഡ്രസ്സിൻ്റെ ബോക്സ് അവന് കാണും. വെഡ്ഡിങ് ഡ്രസ്സൊക്കെ വന്നോ? ഇന്ന് വൈകുന്നേരം എത്തി.
ഞാൻ ചുമ്മാ ഇതൊന്ന് ഇട്ട് നോക്കായിരുന്നു. ഈ ഡ്രസ്സ് ചീത്താകണ്ടല്ലോ എന്ന് വിചാരിച്ചൊന്ന് കുളിച്ചു. പക്ഷേ ഇത് എങ്ങനെ ഇടേണ്ടതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അത് കേട്ട് നെയ് പറയും, ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് അവൻ അതിൽ നിന്ന് ഒരു പീസ് എടുത്തുകൊണ്ട് വന്നിട്ട് ഇതാണ് ആദ്യം ഇടേണ്ടത്. അതിൽ വേവേ ഓ സോറി എന്ന് പറഞ്ഞ് പൊത്തിപ്പിടിക്കാണ്. എന്നിട്ട് അവൻ ആ പീസും കൊണ്ട് വന്ന് അവളുടെ പിറകിൽ വന്ന് നിന്ന് അവൾ ഇട്ടുകൊണ്ടിരിക്കുന്ന ഡ്രസ്സിൻ്റെ കെട്ട് പതുക്കെ ഊരാണ്. അവളാണെങ്കിൽ അവിടെ ഷോക്ക് അടിച്ച പോലെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് അവൻ അവളുടെ ആ ഡ്രസ്സ് ഊരാണ്. അടുത്ത പീസ് ഇട്ട് കൊടുക്കും. എന്നിട്ട് അവളെ ഒന്ന് നോക്കി ബാക്കിയൊക്കെ റെഡിയാക്കി കൊടുക്കുകയാണ്. എന്നിട്ട് വേവേനെ നേരെ മിററിൻ്റെ മുന്നിലോട്ട് കൊണ്ടുപോയി നിർത്തും. അവളെ തന്നെ കണ്ട് ഭയങ്കരമായിട്ട് സന്തോഷിക്കുകയാണ്. എന്നാൽ നെയ് അവളെ പെട്ടെന്ന് കിസ് ചെയ്യും. അവൾ തിരിച്ചും ഹഗ് ചെയ്യാണ്. എന്നിട്ട് നെയ് അവളെ ചുമരിലോട്ട് ചേർത്ത് നിർത്തിയിട്ട് കിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശേഷം അവളെ പതുക്കെ പൊക്കിയെടുത്ത് നേരെ ബെഡിൽ കൊണ്ടുപോയി കിടത്തും. എന്നിട്ട് പറയും, വേവേ ഇനി എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വീണ്ടും അവളെ കിസ് ചെയ്യാണ്. ഇനി നെയ് വേവനോട് പറയും, നിനക്ക് ഞാനൊരു സ്ഥലം കാണിച്ചു തരാം എന്ന് പറഞ്ഞ് അവനൊരു സ്ഥലത്തോട്ട് കൊണ്ടുപോകുകയാണ് അവളെ. അങ്ങനെ അവരവിടെ എത്തി. അവൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു ചാവി എടുത്ത് ആ ഡോറ് തുറക്കണ്. എന്നിട്ട് നെയ് അവളെ അകത്തോട്ട് കൊണ്ടുവന്നിട്ട് പറയും, ഇനി ഇതാണ് നമ്മുടെ ഷീട്ടൊക്കെ. ഈ സ്ഥാപനം എൻ്റെ കസിൻ ക്ലോസ് ചെയ്തു. അപ്പോൾ ഞാൻ ഇത് വാങ്ങിച്ചു. നാളെ ഈ കമ്പ്യൂട്ടേഴ്സ് എല്ലാം മാറ്റും. അത് കേട്ട് വേവേ ഹാപ്പിയാകും. എന്നിട്ട് നെയ് അവിടെ വരുത്താൻ പോകുന്ന മാറ്റങ്ങളുടെ പ്ലാനുകളെല്ലാം വേവേക്ക് വിവരിച്ചു കൊടുക്കുകയാണ്. പിന്നെ അതുമാത്രമല്ല, ഞാൻ ആദ്യമായിട്ട് നിന്നെ കണ്ടുമുട്ടിയത് ഇതാ ഇവിടെ വെച്ചാണ് എന്നും പറഞ്ഞ് നെയ് ആ സ്ഥലം അവൾക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അത് കേട്ട് വേവേ ഷോക്കായിക്കൊണ്ട് അങ്ങോട്ട് തന്നെ നോക്കി നിൽക്കും. വേവേക്ക് തന്നെ ഓർമ്മയില്ല. എന്നിട്ട് അവൾ അതും നോക്കി ചിരിക്കണേ. അപ്പോൾ അതായിരുന്നു അല്ലേ നിൻ്റെ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറയുന്നത്? അത് കേട്ട് നെയ് ചിരിക്കുകയാണ്. ഇപ്പോൾ എനിക്ക് മനസ്സിലായി, നീ അസലൊരു മൃഗമാണ്. എന്നെ തന്നെ നോട്ടമിട്ട് വേട്ടയാടായിരുന്നല്ലേ? അത് കേട്ട് നെയ് ഒന്ന് നോക്കും. എന്താ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? അതിൽ നെയ് വേവേൻ്റെ അടുത്തോട്ട് വന്നിട്ട് ഇല്ല, പക്ഷെ നീ പറഞ്ഞതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. എന്നിട്ട് അവളെ ചേർത്ത് പിടിച്ചിട്ട് ഞാൻ വെറും ഒരു മൃഗമല്ല, ക്രൂരനായ മൃഗമാണ്. നിനക്കതിലൊരു മോശവുമില്ലേ? അത് കേൾക്കുന്നത് അഭിമാനമാണോ? ക്രൂരനല്ലാത്ത മൃഗം എന്നല്ലല്ലോ പറഞ്ഞത്, ക്രൂരൻ എന്നല്ലേ? അതുകൊണ്ട് ഒരു മോശവുമില്ല എന്നും പറഞ്ഞ് അവളെ കിസ് ചെയ്യണം. അതിൽ വേവെ നാണിച്ചുകൊണ്ട് പെട്ടെന്ന് മാറിയിട്ട് എനിക്ക് ബാക്കി സ്ഥലങ്ങളും കൂടി കാണിച്ചു താ എന്നും പറഞ്ഞ് വേവെ പോകാണ്. അത് കേട്ട് നെയ് ചിരിക്കും. എന്നാൽ നെയ് വേവെ ഇരുന്നിരുന്ന ആ സീറ്റ് നോക്കിയിട്ട് അന്നുണ്ടായ ആ ഇൻസിഡൻറ്റ് ഓർക്കുകയാണ്. എന്നിട്ട് അവൻ അതും ഓർത്ത് ചിരിക്കുന്നുണ്ട്. എന്നാൽ വേവ ഇവിടെയൊക്കെ ചുറ്റിക്കറങ്ങി കാണാണ്. പക്ഷെ പിന്നിൽ നെയ്നെ കാണാത്തതിൽ അവൾ ബാക്കിലോട്ട് തന്നെ വന്ന് നോക്കാണ്. അതിൽ അവൻ ആ സീറ്റ് നോക്കി നിൽക്കുന്നത് കണ്ടിട്ട് നീ എന്താ ഇവിടെ തന്നെ നിൽക്കുന്നത്? നീ എന്നോട് ചോദിച്ച ആ ക്വസ്റ്റ്യനെ പറ്റി ആലോചിക്കായിരുന്നു. ഒന്നും മനസ്സിലാകാതെ വേവേ ക്വസ്റ്റ്യനോ? എന്ത് ക്വസ്റ്റ്യൻ? അതിൽ നെയ് പറയും, ഞാൻ ചിന്തിച്ചതേ അന്ന് ഇങ്ങനെ ഒരു ദിവസം വരുമെന്ന് എനിക്കറിയാമായിരുന്നെങ്കിൽ തീർച്ചയായും അതായിരിക്കും എൻ്റെ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നും പറഞ്ഞ് അവളെ കിസ് ചെയ്യും. അതോടുകൂടി ലവ് O2 ഫുൾ എപ്പിസോഡ് കഴിഞ്ഞു. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വെരി വെരി താങ്ക്സ്. ഇനി പുതിയൊരു ഡ്രാമയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.